വിവരങ്ങളുമായി സേഫ് സൈലബ്ദീൻ ചേരുകയാണ്. സേഫ്, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. ഇനി അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ അറിഞ്ഞിട്ടാണോ ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ പോറ്റിയുടെ അറസ്റ്റിന് പിന്നാലെ എന്താണ് അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം? സതീശൻ എന്ത് മറുപടിയാണ് കടകംപള്ളി നൽകുന്നത്? സതീശനുമായി ബന്ധപ്പെട്ട് ദിവ്യ ഒരു വക്കീൽ നോട്ടീസ് അദ്ദേഹം അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അയച്ചിട്ടുണ്ട്. സതീശൻ നിയമസഭ അവസാനിക്കുന്നതിന്റെ ആ ദിവസം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. കടകംപള്ളി സുരേന്ദ്രൻ അറിയാം, ഒരു കോടീശ്വരനാണ് ഇത് കൊടുത്തത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ അറിയാം എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് ഇതിനകത്ത് വക്കീൽ നോട്ടീസ് അയക്കാൻ വേണ്ടിയുള്ള തീരുമാനം കടകംപള്ളി എടുത്തത്. അത് പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. കാരണം അത് ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം മന്ത്രിയും ഇതിനകത്ത് ഭാഗമാകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോഴും കാര്യമായ ഒരു പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോഴാണ് അദ്ദേഹം ഒരു പ്രതികരണത്തിന് തയ്യാറായിക്കൊണ്ട് ഇതിങ്ങനെയല്ല സംഭവം, അങ്ങനെയാണ് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രിയോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങില്ല എന്ന സൂചന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ട്. അത് കുറച്ചുകൂടി വലുതായി പോകാനാണ് സാധ്യത. ഇന്നിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് പോയിട്ടുണ്ട്. 16 ദിവസത്തെ കസ്റ്റഡിയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കണം. ഹൈദരാബാദിൽ പോകണം, ബാംഗ്ലൂർ പോകണം, ചെന്നൈയിൽ പോകണം. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തെളിവെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ തെളിവെടുപ്പ് നടത്തുമ്പോഴും അതിന് പിന്നാലെ മറ്റു ചില ആൾക്കാർ കൂടിയുണ്ട്. ഈ കൽപേഷ് അടക്കമുള്ള മറ്റു ചില ആൾക്കാർ കൂടിയുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വെങ്കടേഷിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിൽ അത് ഇന്നലെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കി ബാക്കിയുള്ള നടപടിക്രമങ്ങൾ അന്വേഷണ സംഘം തന്നെ ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യുക, അവർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുക എന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കും. നവംബർ മാസം 1 മുമ്പ് തന്നെ ഇതിനകത്ത് ഒരു കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നവംബർ മാസം ഒരു ആദ്യ ആഴ്ച കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശബരിമല ഒരു വിവാദമായി നിൽക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിന് നിന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വേഗത്തിലായിരിക്കും നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് ആദ്യത്തെ അറസ്റ്റെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴിയെടുപ്പ്, അറസ്റ്റ് തുടങ്ങിയവ ഉണ്ടാകും. ദിവ്യ, എന്തായാലും ക്രമക്കേട് നടന്നിട്ടുണ്ട്, സ്വർണ്ണക്കൊള്ള നടന്നിട്ടുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും. താൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്ത് തന്നെയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. അന്ന് പോറ്റി ഒരു മോശക്കാരനാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. വിവരങ്ങളാണ് സേഫ് സൈലബ്ദീൻ നൽകിയത്.